ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. സൗദാസ് കൊഞ്ഞയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുഞ്ഞിക്കൽത്തപ്പ കേട്ടോ. കുഞ്ഞിക്കൽത്തപ്പ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ രാവിലെ ഓട്ടട ഉണ്ടാക്കിയപ്പം അതിൻ്റെ കുറച്ച് മാവ് ബാക്കിയായി. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് കൽത്തപ്പ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം ഇൻഷാ അല്ലാ. അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്ടടയിന്ന് ആ ഓട്ടട ഒരു 3-4 ചൂടുള്ള മാവ് ആക്കിയായി. നല്ല കട്ടിയുള്ള മാവേന്ന്. അപ്പോൾ അതിക്ക് ശർക്കര ഉരുക്കിങ്ങാണ്ട് ചൂടോടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ശർക്കര ചൂടോടെ ഒഴിച്ചു കൊടുത്തു. ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങോട്ട് ചൂടോടെ തന്നെ ഇത് നല്ലോണം മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ മാവ് കട്ട കുത്തും. കാരണം ശർക്കര ചൂടുള്ളതായതുകൊണ്ട് പറയണ മാവ് കട്ട കുത്തുന്നു. അപ്പം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതേപോലത്തെ ഒരു കുണ്ടുള്ള ചട്ടി എടുക്കുക, നമ്മൾ വെള്ളപ്പൊക്കെ ചുടണം. അതിലോട്ട് നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ കരിഞ്ജീരകം, ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂണ്, ചുവന്നുള്ളി 2-3 കേട്ടോ. അപ്പം നെയ്യിൽ ആദ്യം ചുവന്നുള്ളി മൂപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം കരിഞ്ജീരകം, ചെറിയ ജീരകവും തേങ്ങ പൂളാണ് നല്ലത്. ഞാൻ തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊന്ന് ഇളം ബ്രൗൺ കളറായാൽ ഈ മാവിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. മാവ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഇനി നമ്മളധികം സമയം വെക്കണ്ട. ആ ചട്ടിയിൽ തന്നെ നല്ലോണം തീ കുറച്ചിട്ട് 2 കയ്യിലാണ് ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ചെറിയ കയ്യിലാട്ടോ, 2 കയ്യിൽ മാവ്, അല്ലെങ്കിൽ ഒരു 1.5 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. പറ്റ തീ കുറക്കണം കേട്ടോ. ഒഴിച്ചെടുത്തേക്ക് തന്നെ നല്ലോണം മൂടി വെക്കുക. രണ്ടാമത് വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തത് ഫോണിൽ നിന്ന് മിസ്സായി പോയിക്കാണ്. രണ്ടാമത്തതാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പോൾ സൈഡിലൊക്കെ ബബിൾസ് വന്നതിന് ശേഷം അതേപോലെ ഉണ്ടാവും. വേണമെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കണ്ടില്ല, ഞാൻ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നല്ലോണം പൊന്തി വരും. പൊന്തി വന്നതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, നല്ല പൊന്തി വരും കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള കൽത്തപ്പാണ്, കുഞ്ഞി കൽത്തപ്പാണ്. കണ്ടില്ല, അത്രയും നല്ല സോഫ്റ്റായിട്ടാണ് നമ്മൾ ഓരോന്നെടുക്കുന്നത്. കുറച്ച് സമയം എടുക്കും, നല്ല തീ ഉറച്ചിടണം, അല്ലെങ്കിൽ അടി കരിയേണ്ട. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത്. ആദ്യത്തെ 2 ഞാൻ തീ കുറച്ചുകൊണ്ട് കൂട്ടിയപ്പോൾ തന്നെ അടി കരിയേണ്ട. അപ്പോൾ പറ്റ കുറച്ചിട്ടുണ്ടാക്കുമ്പോൾ തീരെ അടി കരിയൂല. അത് കണ്ടില്ല, ഇതിൻ്റെ ഉള്ളൊക്കെ ആരെടുത്തിട്ട് എന്തൊരു സോഫ്റ്റാണെന്നറിയോ. കഴിക്കാനെന്ന് വെച്ചാൽ ഭയങ്കര നല്ല ടേസ്റ്റാണ്. നിറയെ ആരെടുത്തുക്കണം. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ 2-3 ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരൊക്കെ ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്